സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലാൻഡ്സ്കേപ്പിലൊക്കെ വീഡിയോ എടുക്കുകയാണ്. ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വേണ്ടി പോകും. അപ്പോൾ അതിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. സോ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു വ്ളോഗ് പോലെയും ബാക്കി വരുന്നത് വോയിസ് ഓവർ ചെയ്യാനായിരുന്നു പ്ലാനിട്ടാണ്. മേ ബി ഹോസ്പിറ്റൽ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും കറക്റ്റായിട്ട് ചെയ്യുള്ളൂ. കാരണം ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ അഭ്യാസങ്ങളൊക്കെ എത്രത്തോളം നടക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കി കണ്ടിരിക്കേണ്ടതുണ്ട്. ബട്ട് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും റിക്കവറി കാര്യങ്ങൾ പോകുന്നത്, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ ഒത്തിരി സംഭവങ്ങളൊന്നും എടുക്കില്ല. അത്യാവശ്യം ദിവസം പിന്നെ ഈ എന്താ പറയുക, തിരുമ്മാണോ കിഴിയാണോ എന്നൊന്നും അറിയില്ല. ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തോർത്തും പിന്നെ കുളിക്കാൻ നേരത്തുള്ള തോർത്തും അന്തമാതിരി ഐറ്റംസ് ആയിരിക്കും കൂടുതൽ എടുക്കാൻ പ്ലാനിട്ടാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ, നമ്മൾ ടൂറ് പോകുന്നല്ലോ. പിന്നെ നമ്മുടെ ട്രൈപ്പോഡ് മൈക്ക് ചാർജർ, പവർ ബാങ്ക്, അന്തമാതിരി ഐറ്റംസൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് പുതപ്പ്, പഴം, നമ്മൾ ഉണ്ണിക്കണ്ണം പറഞ്ഞ പോലെ കൊട, പുതപ്പ്. സോ അന്തമാതിരി ഐറ്റംസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബാഗിൻ്റെ ആവശ്യമുള്ളൂ കാര്യം പറയാൻ നമുക്ക്. പിന്നെ ഒരു ഡയറി, ഫുള്ള് പല്ലിയാണ് കേസ്. ഒരു പൂച്ചയുണ്ടെങ്കിൽ ഞാൻ തിന്നാൻ മാത്രമേ അറിയുള്ളൂ, പക്ഷേ പല്ലിനെ തിന്നാൻ അറിയില്ല. അത് നാട്ടുകാരെന്തെങ്കിലും കൊടുക്കാനാണ് നമുക്ക് വേണ്ടിയിരിക്കുന്ന പൂച്ചയാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. യൂസ് ചെയ്തിട്ടില്ല, ഇന്നലെ ഒന്ന് യൂസ് ചെയ്തായിരുന്നു. ഇത് കുറച്ചും കൂടി എന്തെങ്കിലും നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ഇത് റഫായിട്ട് യൂസ് ചെയ്യുന്ന ഡയറിയാണ്. സോ ജസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്തായാലും കുറച്ച് ഫ്യൂച്ചറിൽ വ്ളോഗ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതങ്ങനെ. ഇത് എൻ്റെ എക്സ്റേ അല്ല, ഇത് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കോമ്പറ്റീഷന് കിട്ടിയ. സോ ഇതവിടെ ആവശ്യമായിട്ട് വരും. നമ്മൾ സ്പോർട്സിൻ്റെ അണ്ടറിലാണ് പോകുന്നത്. ഇവിടെ കാരിക്കോട്, അതായത് തൊടുപുഴ, ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ കാരിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലാണ്. അവിടെ ഒരുപാട് നാഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളതാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. സ്പോർട്സിനുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആർക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്താ പറയുക, സ്പോർട്സിലുള്ളവർക്ക് ഫ്രീ ആയിരിക്കും. റൂം ഫ്രീ ആയിരിക്കും, മരുന്ന് ഫ്രീ ആയിരിക്കും. സോ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഇൻ കേസ് ആവുകയാണെങ്കിൽ ഇപ്പോൾ BPL കാർഡ് അങ്ങനെയുള്ളവർക്ക്, സോ എന്നാൽ കൂടി BPL അല്ലെങ്കിൽ കൂടിയും ഒത്തിരി പൈസ ആവുന്നില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള, നിങ്ങൾ സ്പോർട്സിലുണ്ട്, 2 ഇയർ ആയിട്ട് നിങ്ങളൊരു എന്തെങ്കിലും ഒരു സ്പോർട്ടിൽ നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു ഇഞ്ചുറി പറ്റി, ബട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇവിടെ വരാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി എൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു ഡാൻസ് കളിച്ചിട്ട്, ലെഫ്റ്റ് ലെഗിൽ. സോ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തത് അവിടെയായിരുന്നു. സോ അന്ന് ഞാൻ സ്പോർട്സിലൊന്നും ഇല്ലായിരുന്നു. ഞാനപ്പോൾ ജനറലായിട്ടാണ് കിടന്നത്. സോ എൻ്റെ ഓപ്പറേഷൻ പറഞ്ഞ കാലമായിരുന്നു. എൻ്റെ അടുത്ത ഡോക്ടർ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റെഡി ആയി തരാമെന്ന് പറഞ്ഞു. സോ എനിക്ക് ഓപ്പറേഷൻ പേടിയായിരുന്നു, അതൊരു കേസ്. ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവിടെ പോയി കിടന്നു. അറൗണ്ട് ഒരു 20 ഡേയ്സ് ഞാൻ കിടന്നു. 20 ഡേയ്സ് കൊണ്ട് പിന്നെ വന്നിട്ട് സ്ട്രെങ്തൻ ചെയ്തു. അതായത് നോർമൽ വർക്കൗട്ട്സ് ഇല്ലേ, നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള സ്ട്രെങ്തൻ ചെയ്തു. ദെൻ പയ്യെ ഇവഞ്ച്വലി അത് റെഡിയായി. നമുക്കൊരു നീ ക്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. സോ ലിഗമെന്റ് ടയർ ഉള്ളവർക്കൊക്കെ ഇവിടെ വരാം. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ, ഞാൻ എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയാൻ ശ്രമിക്കുന്നത്. സോ ഇത് നമ്മുടെ എക്സ്റേ ആണ്. ഇവിടെ അവിടെ ഇത് നടുവ് ഓക്കെ ആണെന്ന് നോക്കിയതാണ്, പക്ഷേ ഓക്കെ അല്ലായിരുന്നു. ചെറിയൊരു വളവൊക്കെ ഇട്ട്. ബട്ട് നമുക്ക് പറ്റുന്ന പോലൊക്കെ വളവ് നേരാക്കാൻ പറ്റുമെന്ന് നോക്കാം, അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം. ഇതൊക്കെ അവിടെ ആവശ്യമായിട്ട് വരും. കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി ഇപ്പോൾ കൈ വീശിയാൽ പോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചത് സിനിമ കാണാൻ വേണ്ടി വന്നോളാം. അല്ല, ഞാൻ പിന്നെ ഒന്ന് കാണിച്ചാലോ, അഡ്മിറ്റ് ആക്കാനായിട്ട് ഡേറ്റ് ഉണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പം ഡേറ്റൊക്കെ ഉണ്ട്, നിങ്ങൾ പോരെന്നാണ് പറഞ്ഞത് ഈ സാധനമൊക്കെ എടുത്തിട്ട്. സോ അതെടുക്കാനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇത് നമുക്ക് വേണം, കമ്പൽസറിയാണ്. ഇത്രയും നമുക്ക് ഈ ബാഗിൽ പാക്ക് ചെയ്യാം. ഒരു വൺ തിങ് കൂടി ഉണ്ടായിരുന്നു, ഈ ഒരു പുതപ്പ്. കാരണം നമ്മൾ ഈ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. ബിക്കോസ് നമ്മൾ ഈ
തീരുമാനമൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് സമയത്തിന് ഇത് എന്താ ഡേറ്റ് ചെയ്യും, സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് ഇത് നമുക്ക് നെസസറി ആണ്. ദിസ് വൺ ഈസ് നെസസറി. വി നീഡ് റേഷൻ കാർഡ്, വി നീഡ് പൈസ ഇല്ലാത്ത പേഴ്സ്, ഇതിൽ ആധാർ കാർഡൊക്കെ ഉണ്ട്, അതിരിക്കട്ടെ. ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്യാലും എനിക്ക് ഇപ്പോൾ ഇടാൻ പറ്റുമെന്നല്ല, കാരണം അവിടെ പോയിട്ട് വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. ഇത് എഡിറ്റ് ചെയ്യണമെന്നാണ് കേസ്. പിന്നെ അതിൻ്റെ ഒപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. സാഹചര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കിയിട്ടേ നമുക്കിത് എഡിറ്റ് ചെയ്യാനും ഇത് ഇടാനൊക്കെ പറ്റുള്ളൂ. വീഡിയോയുടെ കേസ് ഇപ്പോൾ വീഡിയോ നമുക്ക് എന്ന് ഇട്ട് തുടങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിതിപ്പോൾ എടുത്ത് വെക്കുന്നു, ഫസ്റ്റ് വ്ളോഗായിട്ട് ഇത് ചെയ്യാം. ദെൻ നമുക്ക് വോയിസ് ഓവർ പോലെ 1 മിനിറ്റിൽ ഒതുക്കുന്ന പരിപാടി ആയിരിക്കുന്നത്. കാരണം വലിയ കാര്യമായിട്ട് ഇതൊന്നും സംഭവിക്കാനില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, എല്ലാ ദിവസവും ട്രീറ്റ്മെൻറ്റിന് പോകുന്നു, വരുന്നു, കിടക്കുന്നു. ഡയറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്തൊക്കെയാണെങ്കിലും ഞാൻ ഓൾറെഡി ഡെഫിസിറ്റിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിയും ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളത് അത്ര നല്ലതല്ല. ബട്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു 1 വീക്ക് അത്യാവശ്യം നന്നായിട്ട് ഡേറ്റ് ചെയ്തിട്ട് കഴിച്ചായിരുന്നു. സോ ഒന്ന് കുറച്ച് ഫാറ്റ് കയറട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്ക് എന്തായാലും ഒരു മിനിമൽ ഫാറ്റ് നമുക്ക് നിർബന്ധമാണ്. എപ്പോഴും ഒരു 1 ഡിജിറ്റ് നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അവിടെ പോകുമ്പോഴത്തേനും ഈ മരുന്ന്, കഷായം, ഈ പഥ്യം, അതായത് വേറെ ഇറച്ചി, മീൻ, അച്ചാർ, സോഡിയം, അതായത് സോൾട്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല, പുള്ളിയൊന്നുമില്ല. സോ അതെന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈ ആയുർവേദ മരുന്ന് കുറച്ചുകൂടി എഫക്റ്റ് ആവാനായിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ പുറത്തേക്ക് അവരത് വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ അത്രയും പഥ്യമൊന്നും പറയില്ല. അതായത് ഈ അതായത് എന്നുള്ള ദിവസം കുറേ കയറി വരുന്നുണ്ട്. നേരത്തെ സോയ ആയിരുന്നു, ഇപ്പോൾ സോയും അതായത് കയറി വരും. ഓക്കെ, പർട്ടിക്കുലറായിട്ട് കുറച്ച് ഐറ്റംസ് ഇപ്പോൾ അയല, അങ്ങനെയുള്ള സാധനം, മീനുകൾ. സോ അതിലൊക്കെ ഒതുക്കി വിടാം. മീനും ഇറച്ചിയൊക്കെ നമുക്ക് കഴിക്കാം, അതിലെ കുറച്ച് ഐറ്റംസ് മാത്രം അവർ വേണ്ടെന്ന് പറയുകയോ ചെയ്യുന്നത്. വേറെ ഒന്നും നമുക്ക് കാണിക്കാനൊന്നുമില്ല. നമ്മളിത് എങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നു, അല്ല ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു, അതിൽ ഒബ്വിയസ്ലി നമുക്ക് പാടായിരിക്കും ഹോസ്പിറ്റലിൽ പോയി കിടക്കാനായിട്ട്. ആരും ഇഷ്ടം കൊണ്ട് പോയി കിടക്കുമൊന്നുമില്ലല്ലോ. സോ ഞാൻ ഇഷ്ടപ്പെട്ട് കിടന്നൊരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയ സമയത്ത് എന്താ പറയുക, എൻ്റെ അപ്പം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. ഇപ്പം എല്ലാവരും പല സ്ഥലത്താണ്. എൻ്റെ ലിഗമെൻറ്റ് പൊട്ടി ഞാൻ പറഞ്ഞില്ല, അയ്യോ എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഒരുപാട് ഓർമ്മകളുള്ള ഹോസ്പിറ്റൽ അതാണ്. സോ ആ ഹോസ്പിറ്റലിൽ വെച്ച് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ബാക്ക് ബേസിൽ. സോ അതൊക്കെ എന്നെ ഹോൾഡ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ. ആ സമയത്ത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒബ്വിയസ്ലി ഒരു മുറിക്കകത്തായിരിക്കും, പറയാനായിട്ട് ആരും ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അന്ന് സംസാരിച്ചവർ പലരും ഇപ്പോൾ ഇല്ല, അത് വിട്. സോ അങ്ങനെ ഒരു ലോൺലിനെസ്സിലേക്ക് പോകാനായിട്ടൊരു സാധ്യത ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും എല്ലാത്തിനും കൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, ബട്ട് നമുക്ക് അതാ പറഞ്ഞു വരുന്നത്, ഈ വീഡിയോയിൽ ഒത്തിരി നമുക്ക് കവർ ചെയ്യാനായിട്ടൊന്നുമില്ല, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സോ അത് നിങ്ങളെ അങ്ങനെ ബോറടിപ്പിക്കാണ്ട് ഞാൻ പറയാൻ പറ്റുമെന്നുള്ളതിലാണ് എൻ്റെ പിടിക്കിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ബാക്കിയുള്ള കൊളീഗ്സ് അല്ല, ബാക്കിയുള്ള മെയ്റ്റ്സിനൊക്കെ ഇത് ഓക്കെ ആണോ, അതൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് വെർട്ടിക്കലായിട്ടുള്ള വീഡിയോസാണ്. കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ഇട്ടിട്ട് എനിക്ക് ഈ ഫ്രെയിം കറക്റ്റ് ആവുന്നില്ല. ബട്ട് ഇങ്ങനെ എടുത്ത് പഠിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ പെടും. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ്. സോ വ്ളോഗ് നമ്മുടെ ഈ ചാനലിൻ്റെ മെയിൻ കോർ പോയിന്റ് എന്ന് പറയുമ്പോൾ വ്ളോഗാണ്. സോ വ്ളോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാത്ത കൂട്ട് വ്ളോഗായിരിക്കും വരാൻ പോണേ. സോ ഞാൻ റിക്കവറായി, എനിക്ക് നല്ലൊരു ഓഡിയൻസിനെ കിട്ടിയാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്, അത് ചെയ്യണമെങ്കിൽ എൻ്റെ നടുവ് റെഡിയാണ്. എനിക്ക് നല്ലൊരു ഓഡിയൻസ് വേണം, അത്യാവശ്യം വ്യൂസൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഞാൻ വെറുതെ ചെയ്യുന്നതായി പോകും. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് പഠിക്കുന്നു. തെറ്റുകളുണ്ടായിരിക്കാം, നമുക്കതൊക്കെ റെഡിയാക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ് വെച്ചത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് എടുത്ത് വെച്ചു. നമുക്കിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. നമുക്കപ്പോൾ എന്താ കഴിക്കാനുള്ളത് നോക്കാം. ഇന്നലെ ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വി ഗോട്ട് പി ഡി അവർക്ക് വേണ്ടി കുറച്ച് പീടിയും കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തിന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനിത് കഴിക്കുന്നു. എനിവൺ ലൈക്ക് ദീസ് പിടിയും കോഴിയും. ഇപ്പോൾ എബ്രോഡൊക്കെ ഉള്ളവർക്ക്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുവാണെങ്കിൽ അവർക്കൊരു ഓർമ്മയായിക്കോട്ടെ അല്ലേ. സോ ഐ വിൽ ഷോ യു ഹൗ ഇറ്റ്സ് ലുക്ക് ലൈക്ക്. ചിക്കൻ അത്ര അടിപൊളിയില്ലായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റില്ലാത്ത ചിക്കനായിരുന്നു. ഫ്രൈ ചെയ്തപ്പോൾ നല്ലതായിരുന്നു. അതവിടെ നിൽക്കട്ടെ, ചായ വയ്ക്കാം. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ആദ്യം കഴിച്ചത് കടലമുട്ടായിയാണ്, പിന്നെ കഴിച്ചത് ചായയാണ്. ഞാനൊരു 3 ചായയിൽ കുടിച്ചുകൊണ്ടിരിക്കും അന്ന് തന്നെ. അത് കുറഞ്ഞു പോയി. ഐ എ ചായ ലവർ ഗൈസ്. എനിക്കറിയില്ല എന്താണെന്നുള്ള കേസ്. ഇതൊക്കെ ഞാൻ എവിടെ സ്റ്റോർ ചെയ്യുമെന്നറിയില്ല, കാരണം
ഒരുപാട് ക്ലിപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഒന്നാമത് ഫോണ്. സോ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യും? ഏലക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പൂത്തിരിക്കും അവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ. സോ ഗൈസ്, ചായയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അരിച്ചെടുക്കാനായിരിക്കും. വ്ളോഗ് എടുത്ത് ശീലിക്കാത്തതുകൊണ്ടേ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇടയ്ക്ക് സംസാരം മുട്ടി കൂടും. കുഴപ്പമില്ല, നമ്മൾ ഇവെങ്കിലും റെഡിയാക്കുന്നതായിരിക്കും. സോ ഈ സാധനം ഞാൻ തൽക്കാലം അവിടെ വെക്കുകയാണ്. ഞാൻ ഷുഗർ ഇടുന്നുണ്ട്. ബട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ ഷുഗർ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്, ബട്ട് അതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഒരുപാട് ഷുഗർ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക. ഇറ്റ് ഈസ് ഇനഫ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നിന്ന് കിട്ടുമെന്നറിയില്ല, അതുകൊണ്ട് ഇവിടെ ഇരിക്കുക. കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്നും അല്ലാണ്ട് ഒരു പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതും ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ. കാപ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഫൈബർ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല. നമുക്കിനി ഷർട്ട് ഇട്ട് പോകാനുള്ള പരിപാടി നോക്കാം. ഷർട്ടല്ലേ വേണ്ട, ജാക്കറ്റ് ഇടാല്ലേ. മേ ബി നമുക്കൊരു 2 വീക്സ് അഡ്മിറ്റ് ആവേണ്ടി വരും. കോമ്പറ്റീഷൻ ചെയ്യണ സമയത്ത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. ഇപ്പം ചെറിയൊരു വേദന ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഈ ബൈക്ക് ഓടിക്കുമ്പോഴും ബൈക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേനും ആ സമയത്തൊക്കെ. നമ്മളിപ്പോൾ ഇത് റെഡിയാക്കിയില്ലെങ്കിൽ ഫ്യൂച്ചറിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഞാൻ റെഡിയാക്കിയിട്ട് വരാം. നമ്മൾ ബാഗ് ഒന്ന് ചേഞ്ച് ആക്കി. ഈ സാധനം പൊട്ടിപ്പോയി, ഇതിൻ്റെ സിപ്പ് അടച്ചപ്പോൾ പൊട്ടിപ്പോയി. അപ്പം ബാഗും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഇന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, അറിയില്ല എങ്ങനെയാണെന്നുള്ള കേസ്. നമുക്ക് വഴിയെ നോക്കാം. ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമാരെ കൊണ്ട് പോലും എടുപ്പിക്കാം, അതേ നടക്കുള്ളൂ. എല്ലാം ചോദിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ടൂറ് പോകണമല്ലേ പോകണം. എൻ്റെ കഷ്ടം നോക്കണേ. പോകണം ബൈക്കും കൊണ്ടാണ് പോകണം. ബട്ട് ബൈക്ക് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടേണ്ടിയിരിക്കുന്നുണ്ട്. സോ നമ്മൾ ബൈക്ക് എടുക്കുന്നുണ്ട്, അല്ലാണ്ട് പറന്നു പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്ന് ഒത്തിരി കിലോമീറ്റർ ഒന്നുമില്ല, അറൗണ്ട് 1.5 കിലോമീറ്റർ ഉള്ളൂ. സോ അതുകൊണ്ട് ടൈം ലാഗൊന്നും പിടിക്കുകയൊന്നുമില്ല, പോകുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഹോസ്പിറ്റലിലെത്തിയിട്ട് കാണാം. ഇനിയിപ്പോൾ സ്റ്റാറ്റിക് ഷോട്ട് കിട്ടുമെന്ന് അറിയില്ല, ഹോസ്പിറ്റലിലാണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ മണ്ടത്തിന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാണാം. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, ഡോക്ടറെ കാണാനുള്ള പരിപാടി നോക്കണം. പിന്നെ ഐ വാസ് ഇൻ 2020 ഇതേ സ്ഥലത്ത് ഒരുപാട് സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. സോ എൻ്റെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ചീട്ടൊക്കെ എടുത്തു. പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണാനുള്ള പരിപാടിയിലാണ്. ഈ വ്ളോഗ് എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടിരിക്കുന്നത് എങ്ങനെ സംഭവം അറിയില്ല. നോക്കട്ടെ. അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കോപ്പി എടുക്കാനായിട്ട് വന്നേക്കാണ്. ഇനിയിപ്പോൾ അഡ്മിറ്റ് ആവാനുള്ള പരിപാടി നോക്കാം. കാമൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് ഇത്. വെയിറ്റിംഗ് ഫോർ ദ അഡ്മിഷൻ. ലേഡീസിൻ്റെ വാർഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ഇന്ന് തന്നെ നോക്കിയാൽ ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. വി ഗോട്ട് 1 റൂം. AC ഒക്കെ ഉണ്ട്, പക്ഷേ അടിച്ചു വരിക്കുന്നു. സോ റൂമിൽ എത്തിയിട്ട് കുറച്ചുകൂടി മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു നാളത്തേക്കും പിന്നത്തേക്കും വേണ്ടിയിട്ടുള്ള. സോ അത് മേടിക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്ന ധാരയാണ്, അപ്പോൾ അതിനുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. നമ്മൾ അഡ്മിറ്റ് ആയ ദിവസം തന്നെ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന റൂം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഫസ്റ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ധാരയായിരുന്നു, പിന്നെ കുറച്ച് ലേബ് നമ്മുടെ ബാക്കിലിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞിപ്പോൾ കുളിച്ച് റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ബാക്കിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ധാര എന്ന് പറയുമ്പോഴത്തേനും എന്തോ ഒരു മെഡിസിൻ ഉണ്ട്, ഒരു വാട്ടർ ടൈപ്പുള്ള. പോറുകയാണ് നമ്മുടെ ബാക്കിൽ. നീരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കുറയ്ക്കാനായിരിക്കാം മേ ബി ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. 2 ദിവസത്തേന് ഇതായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കിപ്പോൾ 10 ദിവസമാണ് പറഞ്ഞേക്കുന്നത്. അനദർ ഡേയ്സ് എനിക്ക് എന്താണെന്ന് അറിയില്ല, മേ ബി കിഴി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ അതെന്താണെന്ന് ഞാൻ പറയാം. കൂടെ 2 പേരും കൂടെ ഉണ്ട്. 2 നോർത്ത് ഇന്ത്യൻസാണ് ഉള്ളത്. ഒരു ഗുജറാത്തിലൊരാൾ, ഒരാൾ രാജസ്ഥാനിൽ. ലേഡീസാണ്. ഒരാൾ ആർമിക്കാരനാണ്, ഒരാൾ അറിയില്ല എന്താണെന്നുള്ള കേസ്. ജസ്റ്റ് വാണ്ട് ടു സീ യു ഇൻ മൈ വീഡിയോ, ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. സോ നമുക്ക് 2 പേരാണ് അവിടെ ഉള്ളത്. This guy is from Gujarat, am I right? Yes. What happened to your leg? Calf injury. From 10 days I am here. How is your experience here? Yeah, nice. Yeah. Means before this also I came here 2-3 times. Every times my injury has been cured. No problem. Yeah. റെക്കോർഡ് ചെയ്ത സമയത്ത് ഡോക്ടർ വരുന്നു. ഈ ഡോക്ടറാണ് ഞങ്ങൾ 3 പേരെ നോക്കുന്നത്.
സ്പോർട്സിലെ മെയിനാണ്. ഡോക്ടറുടെ പേര് അനുപ്രിയ ഡോക്ടർ എന്നാണ്. എൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയ സമയത്തും ഈ ഡോക്ടർ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഡോക്ടർ വന്നിട്ട് പോയിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. Yeah, it is good hospital for for sports injury also. Yeah. Okay, thank you. Okay. So guys, we have another one. I don't know his name. So what's your name? My name Harinder Mudia from Jaipur, Rajasthan. Okay, what are you doing? What's your sports? 3000 meter steeplechase and 5000 meter Okay, what happened to your leg? bone swelling and tibia problem, tibia bone problem, and 15-day complete Okay, fine. and pain relief 90%. Okay. हाँ, वेरी गुड एक्सपीरियंस, बहुत अच्छा लगा मेरे को यहाँ आके. अभी मैं कितना 4 आगे- मंथ से प्रॉब्लम थी और अब मेरे को यहाँ 15-20 दिन में ही ठीक हो जाएगा पूरा. Sweet हुआ. अभी कितना दिन बाकी है इधर? अभी मेरे को मंडे को हो जाएगा, मंडे को डिस्चार्ज है मेरा. डिस्चार्ज हो गया. हाँ, Okay, nice to meet you, bro. What's your name? हरिंदर मूडिया. Okay, thank you. Thank you so much. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ. അപ്പോൾ ഈവനിങ് നമുക്കൊരു ചായ കുടിക്കാനുള്ള സെറ്റപ്പിലാണ് വരുന്നത്. ആക്ച്വലി ഇവിടെ പഥ്യം എന്നുള്ള രീതിയിലൊന്നും ഇല്ല. എൻ്റെ അടുത്ത് അയല ആയിട്ട് എന്താ പറയുക, അച്ചാർ, ചെമ്മീൻ അന്തമാതിരി ഐറ്റംസ് കഴിക്കണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബട്ട് അത്യാവശ്യം ബാക്കിയുള്ള ഐറ്റംസ് കഴിക്കാം. സോ ഒരു ചായ കുടിച്ചേക്കാം കേട്ടോ, ഉണ്ടോ നോക്കട്ടെ. സോ ചായ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചായ പറഞ്ഞ് കുടിച്ചേക്കാം. ഹീസ് മേക്കിംഗ് ചായ. 2020 ആ ടൈമിൽ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എൻ്റെ ലിഗമെൻറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു തോന്നുന്നു. ബട്ട് അന്ന് ഇവിടെ അത്ര അടിപൊളിയായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാം എന്താ പറയുക, കുറച്ച് പണികളൊക്കെ നടക്കുമായിരുന്നു. ബട്ട് ഇന്ന് കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി കാം ആൻഡ് ക്വയറ്റാണ്. സോ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് എൻ്റെ കോളേജ് വരുന്നത്, ന്യൂമാൻ കോളേജിൽ. ഇവിടെ തന്നെ ഞാൻ പഠിച്ചത്. തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് നമുക്കിതെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത്രയും എന്താ പറയുക, സ്ട്രേഞ്ച് ഫീലൊന്നും അടിക്കുന്നൊന്നുമില്ല. ഈ സ്ഥലത്തൊക്കെ പണ്ട് ബിൽഡിങ് പണി വരുന്നു ഞാനുള്ള സമയത്ത്. ഫുള്ള് മണ്ണൊക്കെ ആയിരുന്നു. സോ നൈസാണ്. ഈ പരിപാടി ഇവിടെ ഇല്ലായിരുന്നു. അതായത് ഈ ഒരു കഫെറ്റീരിയ ഇവിടെ ഇല്ലായിരുന്നു. ഇതും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാനാണ് ഇവിടെ. നമ്മളൊരു ഹോസ്പിറ്റലാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് അടിക്കില്ല കേട്ടോ. ആക്ച്വലി നല്ലൊരു ചായ കേട്ടോ ഇത്. യൂഷ്വലി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ഇടുന്ന ചായ അത്യാവശ്യം അത്ര അടിപൊളി ആവാറില്ല. ബട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നല്ലതാണ്. കുറച്ച് ഏലക്കയുടെ ടേസ്റ്റ് ഒക്കെ ഇല്ല. ബട്ട് ഏലക്ക ഇല്ല തോന്നും, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഹായ്, എന്താ പേരെന്താ? പേരെന്താ? പേര് പറ. ആണോ? വീട് എവിടെ? എവിടെ? ആ, സുഖല്ലേ? തന്നെ ഫുഡ് കഴിച്ചോ? വീടൊക്കെ പറഞ്ഞു കൊടുക്കും, ചീനിക്കുഴിയാണ് വീട് ചീനിക്കുഴിയാണ്. അവിടുന്ന് ഡോക്ടർ സോ പുള്ളിക്കാരെ വന്നിട്ട് മൈക്കൊക്കെ എന്താണൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ മൈക്ക് പോകുന്നുണ്ട്. സോ ഞാൻ പറയണ്ടല്ലോ, ഡിന്നർ ഹോഗയാ. പുള്ളി ആർമിക്കാരനാണ് കേട്ടോ. Shillong. तो यहाँ कैसे आ गया, कैसे पेड़ लग गया? ഇവരൊക്കെ എന്ത് ഹിന്ദി എനിക്കത്ര അറിയില്ല. उधर स्पोर्ट्स है आर्मी में उधर. ओ ICICI बैंक चाहिए? നീ കഴിച്ചിട്ട് എത്ര ആളാടാ പെണ്ണ് ബിൽഡർ? കൈയിട്ടാണോ അതോ? സംശയമുണ്ട്. ഈ വീഡിയോയിൽ ഒരു കിട്ടാ ഇവന്റെ പീരിയഡ് ബിൽഡറാണ്. പുള്ളി എനിക്ക് തന്നാണ്. ഇത് ചുമ്മാ എല്ലാം ചോദിച്ചിട്ട് തന്നാ കേട്ടോ, വേറെ കേസ്. അവൻ എന്തായാലും ഉപയോഗിക്കണം. അവനിപ്പോൾ ഷ്രെഡിങ് ടൈമില്ല. സോ പീനട്ട് ബട്ടറിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇത് കണ്ടിന് ഒരുപാട് ഫാറ്റ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് എ പ്രോട്ടീൻ സോഴ്സ്, ദിസ് ഇസ് എ കംപ്ലീറ്റ് ഗുഡ് ഫാറ്റ്. ഇത് കഴിയുമ്പോൾ ആൾക്കാർ എന്താ എന്നുവെച്ചാ ഞാൻ വേറൊരു പുള്ളിയെ വീഡിയോ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇല്ല, എൻ്റെ വീഡിയോ മറ്റേ കോഴിയിറച്ചിയുടെ പ്രോട്ടീൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചിട്ട്. ആ അതിനൊന്നുമില്ല. ആ വീഡിയോ ഇത് കോൺട്രവേഴ്സി ആവൂടെ. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അഖിൽ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ഇവിടെ നിന്ന് ഫുഡില്ല. നമ്മൾ വന്നല്ലോ ഉള്ളൂ, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നാളെ മുതലാണ് ഫുഡ് ഉണ്ടാക്കുള്ളൂ. സോ ഇപ്പം ഞാൻ കഴിക്കുന്നത് ചോറും പരിപ്പും മീൻകറിയാണ്. നമുക്ക് ആക്ച്വലി പഥ്യമില്ല.
ബിക്കോസ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക, കുറച്ചുകൂടി പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. കൂടുതൽ എരിവ് ഓരോരോ ഫിഷ് ഐറ്റംസ് ഉണ്ട്, അയല, പിന്നെ ചെമ്മീൻ, കേട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓയിലി ഫുഡ്സ് ഒത്തിരി ഒഴിവാക്കാൻ പറഞ്ഞു. ബാക്കി നോർമലായിട്ട് കഴിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മെജോറിറ്റിയും പ്ലാൻ ചെയ്യുന്നത് ഇതാണ് ഇവിടുന്ന് കിട്ടുന്നത്, അത് കഴിക്കാമെന്ന് ഓർത്താണ് പ്ലാൻ ഇട്ടാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, എന്തിനെല്ലാവരും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവർ കൊണ്ടുത്തരുവാണെങ്കിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. അതാണ് പ്ലാൻ ഇട്ടേക്കണം. വേറെ ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഡൺ ആണ്. ഫസ്റ്റ് വ്ളോഗാണ്, ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും അറിയില്ല. ഇനി എഡിറ്റ് ചെയ്യണം, കിടക്കണം. അപ്പോൾ ഓക്കെ സീസൺ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഷോർട്ട് വീഡിയോസായിട്ടൊക്കെ വരാം. കാരണം ഫുൾ ടൈം വ്ളോഗ് എടുക്കുക അത്രത്തോളം പോസിബിൾ ആണെന്നത് അറിയില്ല. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ കാണാം, നിർത്തുവാണ്. ഓക്കെ ബൈ, സീ സൂൺ.